ഈ സന്നിധിയിൽ നിൽക്കാൻ സാധിച്ചതിന് ദൈവകുമാരനോടും അമ്മ മാതാവിനോടും ഒരു കോടായിരം നന്ദി പറയുകയാണ്. എൻ്റെ പേര് മേഘ കൃഷ്ണൻ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ഈ കൃപാസനത്തിൽ വന്നെത്തിയത്. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ്. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ സമയത്താണ്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ സന്നിധിയിലേക്ക് വരണമെങ്കിൽ ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സമയമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി. 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷം എനിക്ക് ജീവിതത്തിലൊരു വലിയ ഘട്ടം, ഞാൻ ജർമ്മൻ പഠിത്തത്തിലേക്ക് കടന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൂടാതെ ഒരു രോഗാവസ്ഥയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങോട്ട് വരാൻ, ഈ കൃപാസനത്തിലേക്ക് വരാനുള്ളൊരു സമയമായിന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേയായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ ഞാൻ എന്താ പറയുക, ഈശോയും മാതാവുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ +2 കാലത്ത് തൊട്ട് തുടങ്ങിയായിരുന്നു. ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെയൊക്കെ ആദ്യം ചെന്നപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. ഈ മുട്ടുകുത്തി എന്നുള്ള പ്രാർത്ഥനയും കൊന്തയിലും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് ഞാൻ ഈശോയായിട്ട് കൂടുതലായിട്ട് അടുക്കുമായിരുന്നു, മാതാവുമായിട്ട് അടുക്കുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ മലയാളം മീഡിയം ആയതുകൊണ്ടും എനിക്ക് +1 കയറിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഫുൾ A+കാർ. പക്ഷെ നല്ലൊരു സ്കൂളിൽ എനിക്ക് ദൈവം അഡ്മിഷൻ തന്നു. അപ്പോൾ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി എന്നെക്കുറിച്ചുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒത്തിരി പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തുണ്ടെങ്കിലും ഓടിച്ചെല്ലും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുർബാന സ്വീകരിക്കില്ല, പക്ഷെ കാണാൻ, ആ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കോൺവെൻ്റ് ആയതുകൊണ്ട് എപ്പോഴും കുർബാനയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ സൈഡിൽ ചെന്ന് നിന്ന് കേൾക്കും. സിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ട് സൈഡിൽ ചെന്ന് നിന്ന് കേൾക്കും. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ +2 നല്ല മാർക്കോടുകൂടി പാസ്സായി. അടുത്തത് എനിക്ക് ഡോക്ടർ ആവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ സാഹചര്യങ്ങൾ എല്ലാം അനുവദിക്കാത്തതുകൊണ്ട് ഞാനൊരു നഴ്സിംഗ്, അതായത് ഒരു ആരോഗ്യ മേഖലയിലേക്ക് തന്നെ കടന്നു. അങ്ങനെ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി, തൃശ്ശൂർ അഡ്മിഷൻ കിട്ടി. അങ്ങനെ നഴ്സിംഗ് തുടങ്ങിയപ്പോഴും അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്കൊരു പ്രത്യേകമായിട്ട് തുടങ്ങിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ഹിന്ദു കോളേജായിരുന്നു. അപ്പം കൊന്ത ചെല്ലാനൊന്നും എനിക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെ ദൈവം എനിക്ക് കുറേ കൂട്ടുകാർ തന്നു. കുറേ ക്രിസ്ത്യൻസ്, കാത്തലിക്സ് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നും കൊന്തയില്ലായിരുന്നു. ഓക്കെ, അവർ മടിച്ചാലും ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കൊന്ത ചൊല്ലിക്കുമായിരുന്നു. അങ്ങനെ 4 വർഷം നല്ല രീതിയിൽ കടന്നുപോയി. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ 3 വർഷം എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖല ICU, കാർഡിയക് ICU ആയിരുന്നു, പീഡിയാട്രിക്. എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ് പീഡിയാട്രിക്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ 3 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ജർമ്മൻ പഠിത്തത്തിലേക്ക് വന്നു. അവിടെയും ഒത്തിരി ഡിഫിക്കൽട്ടീസ് എനിക്ക് ഉണ്ടായി. അതിനിടയ്ക്ക് ഞാനൊരു B2 കഴിഞ്ഞ് ജർമ്മൻ എക്സാമിന് പോയി. അപ്പം ദൈവം എനിക്ക് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നു. നീ എന്നെ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം വന്നു. അങ്ങനെ എനിക്കൊരു ടൈഫോയിഡ് തന്നു. ആദ്യം അറിഞ്ഞില്ല ടൈഫോയിഡ്. അന്ന് 2 മാസം എൻ്റെ ഉള്ളിൽ ആ ഇൻഫെക്ഷൻ എനിക്ക് മനസ്സിലായി. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറയാണ്, പുറമേ നോക്കിയിട്ട് ഇയാൾക്കൊന്നും ഇല്ലല്ലോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ടെസ്റ്റുകളെല്ലാം നോർമൽ. ഞാൻ പറഞ്ഞു, ഡോക്ടർ പക്ഷേ എന്തൊക്കെയോ സംതിങ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ടൈഫോയിഡിന് ടെസ്റ്റിന് വിട്ടപ്പോൾ ടൈഫോയിഡ് പോസിറ്റീവായി. ആൻറ്റിബയോട്ടിക്സ് എടുത്തൊക്കെ മാറ്റി ഇഞ്ചക്ഷനാക്കി. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം ഡേറ്റ് എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ഡിസംബർ 2-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്ക്, ഒന്നും അറിയത്തില്ല. ഇവിടെ കുറേ സെക്യൂരിറ്റി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ സഹായിച്ച് ഇങ്ങനെ ചോദിച്ച് പോയി ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ മരുന്നുകളൊക്കെ ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അതായത് എൻ്റെ ടൈഫോയിഡിന് ഒത്തിരി മരുന്നുകളുണ്ടായിരുന്നു, അതൊക്കെ ഇഞ്ചക്ഷനായിരുന്നു, എല്ലാം ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. എന്നോട് ഡോക്ടർ മുടക്കരുതെന്ന് പറഞ്ഞാണ്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തോ പ്രത്യേക ധൈര്യം കിട്ടി. അങ്ങനെ ആ ടൈഫോയിഡ് ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്ന് പോയി. അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. പക്ഷേ എക്സാം എഴുതി കിട്ടിയില്ല. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ പിന്നെ വേറൊരു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 4 മൊഡ്യൂളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഒരു മൊഡ്യൂൾ എനിക്ക് കിട്ടി. ആ ഒരു മൊഡ്യൂൾ വെച്ചുകൊണ്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ അവിടെ എനിക്ക് ക്യാൻസലേഷൻ വന്നു. പക്ഷേ വിസ ക്യാൻസലായത് മൊഡ്യൂൾ ഇല്ലാത്തതുകൊണ്ടല്ല, അതിൻ്റെ ഒരു പേപ്പർ മിസ്സായതുകൊണ്ടാണ് റിജക്ഷൻ വന്നത്. അങ്ങനെ അവിടെ എനിക്ക് വീണ്ടും ഒരു ദുഃഖം തന്നു. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലൈസായി. ഇവിടെ വന്ന് അന്ന് രാത്രി പെട്ടെന്ന് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര നടുവേദനയൊക്കെ വന്ന് ഹോസ്പിറ്റലായി. അവിടെ ചെന്നപ്പം കിഡ്നി സ്റ്റോൺ ആയിരുന്നു. ഞാൻ പേടിച്ചു പോയി. ദൈവമേ, ഇനി എക്സാമിനൊക്കെ ഡേറ്റ് എടുക്കാൻ എല്ലാ കാര്യം തീരുമാനമായി അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ യൂറിൻ പാസ് 12 hours യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് വിഷമിച്ചു.
ആ ലാസ്റ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് സീറ്റ് ചെയ്യേണ്ട ഒരു മേഘ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ സീറ്റ് വേണ്ട, സീറ്റ് കുറച്ചുകൂടെ പൈസ ആവില്ല. അപ്പം ഞാൻ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്താൽ മതി. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ദൈവം സഹായിച്ച് അവിടെ കിഡ്നി സ്റ്റോണിൻ്റെ യാതൊന്നുമില്ല. എന്നോട് അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ ചോദിക്കുകയാണ് മേഘയോട് ആരാ പറഞ്ഞ കിഡ്നി സ്റ്റോണാണ്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എല്ലാ സൈൻസും സിംറ്റംസും അതാണ് കാണിക്കുന്നത്, ഫിസിഷ്യനും അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷേ യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ ഞാനൊരു ഗ്രൂപ്പിൽ ഞാനൊരു ഹിന്ദു കുട്ടി ആയതുകൊണ്ടും എൻ്റെ അയൽവശത്തുള്ള എല്ലാവരും ഹിന്ദുസാണ്. അപ്പം നമുക്ക് എന്താ പറയുക, കാരുണ്യ പ്രവർത്തനങ്ങൾ അധികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ അതിന് പറ്റിയൊരു ഗ്രൂപ്പ് ഞാൻ അന്വേഷിച്ചിടുന്നു. അങ്ങനെ കോതമംഗലത്ത് ഒരു സെലീന ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ ഗ്രൂപ്പിൽ ഞാൻ ചേർന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പാവങ്ങൾ, ഈ ഒത്തിരി കഷ്ടത അനുഭവിക്കുന്നവരെയൊക്കെ സന്ദർശിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ പഠിച്ച ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലൊക്കെ ചോദിച്ച് പൈസ കളക്ട് ചെയ്ത് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം ഞാൻ ജർമ്മൻ എനിക്ക് എങ്ങനെയോ 2 മൊഡ്യൂൾ പാസ്സായി. ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. ഈ കിഡ്നി സ്റ്റോണായി കിടക്കുന്ന സമയത്താണ് ഈ റിജക്ഷൻ വന്നത്. എനിക്ക് ഫസ്റ്റ് വിസയുടെ റിജക്ഷൻ വന്നത്. റിജക്ഷൻ വന്ന് പിറ്റേ ദിവസം തന്നെ ദൈവം സഹായിച്ച് എനിക്ക് അടുത്ത ഡേറ്റും കിട്ടി. ഒരു വെള്ളിയാഴ്ച റിജക്ഷൻ വന്നു, തിങ്കളാഴ്ച എനിക്ക് അടുത്ത ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ അടുത്ത ഡേറ്റ് 2 മൊഡ്യൂളും വെച്ച് ഞാൻ ഡേറ്റ് എടുത്ത് ഞാൻ വിസയ്ക്ക് പോയി. വിസ എനിക്ക് കിട്ടി. മെയ് മാസം 24-ാം തീയതി എനിക്ക് വിസ കിട്ടി. പക്ഷെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ ജർമ്മനി പോയി കഴിഞ്ഞാലും എനിക്ക് ജോലിയും എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല. അപ്പം നീ എന്നെ ഇവിടെ നിന്ന് പാസ്സാക്കിയിട്ട് വിടുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. എന്നെ ആ ജർമ്മനിയുടെ 7 അയൽവക്കത്ത് പോലും എന്നെ അടുപ്പിച്ചേക്കരുതെന്ന്, പാസ്സാവാതെ അടുപ്പിച്ചേക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ ദൈവം ചെയ്തു. 24-ാം തീയതി എനിക്ക് വിസ വെച്ചു. എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് 25-ാം തീയതി തൊട്ട് വിസ സ്റ്റാർട്ടായി. പക്ഷേ എൻ്റെ വിസ ഓഗസ്റ്റ് 31 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓഗസ്റ്റ് 31 തൊട്ട് അവിടെയും ദൈവം എനിക്ക് സമയം തരുവാണ്. എനിക്ക് ആ 2 മൊഡ്യൂൾ എഴുതി കിട്ടാനുള്ള 2 മൊഡ്യൂളും കൂടെ എനിക്ക് സമയം തന്നു. അങ്ങനെ ആ മൊഡ്യൂള് ഞാൻ എഴുതി. ഇനി ഞാൻ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. തിരുവനന്തപുരത്തായിരുന്നു എക്സാം. തിരുവനന്തപുരത്തെ എക്സാമിന് പോകാൻ നേരത്ത് പെട്ടെന്ന് ട്രെയിൻ ക്യാൻസലായി. എൻ്റെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് ക്യാൻസലായി. അപ്പം ഞാൻ വേഗം ബസ് എടുത്തു. ഞാൻ ഇവിടെ ആലപ്പുഴ ഈ റൂട്ട് സ്വിഫ്റ്റ് ബസ് എടുത്ത് ഞാൻ വേഗം തിരുവനന്തപുരത്തിന് പോവാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഈ ഒരു മുന്നിലെത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് എണീക്കുന്ന എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം ചാടി എണീറ്റ് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാനെല്ലാം നിന്നെ സമർപ്പിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് പോയി. അവിടെ ചെന്നപ്പോഴുണ്ട് നമ്മൾ ലാസ്റ്റാണ്. ഞാൻ 12 മണിക്ക് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണി, 6:45 7 മണിയായപ്പോഴാണ്, രാത്രി 7 മണിക്കാണ്. അപ്പോൾ ഞാൻ പോയി. സ്പീക്കിംഗ് ആണ്. എക്സാമിനേഴ്സും അടുത്തു. അവർ കേട്ട് ഈ സാധനങ്ങൾ ഫുൾ രാവിലെ തൊട്ട് കേൾക്കുകയാണ്. അപ്പോൾ തീർന്നു എന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ എഴുതിയ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു ആ എക്സാം. പക്ഷേ എൻ്റെ ദൈവം എന്നെ അവിടെ ജയിപ്പിച്ചു. അങ്ങനെ എനിക്ക് ഫുൾ മൊഡ്യൂൾ പാസ്സായി. കഴിഞ്ഞ ദിവസം ആ പാസ്സായ സർട്ടിഫിക്കറ്റും കൂടെ ഞാൻ വാങ്ങിച്ചു. ട്രിവാൻഡ്രം പോയി ഞാൻ വാങ്ങിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്ലസ് എൻ്റെ വിസ. അങ്ങനെ എൻ്റെ ദൈവം എനിക്ക് ഒരു ഞാൻ പിന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ എൻ്റെ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു എല്ലാം കണ്ടത്. എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. പക്ഷേ ഞാൻ കുറച്ചും കൂടെ നമ്മളെന്നൊരു രീതിയിൽ കാണാൻ തുടങ്ങി. ഞാൻ കുറേ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നോട് പിള്ളേരൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ജർമ്മൻ ട്യൂട്ടറും കൂടിയാണ്. അപ്പോൾ എന്നോട് പിള്ളേർ പറയും, മിസ്സേ അല്ലെങ്കിൽ ചേച്ചി പ്രാർത്ഥിക്കുമ്പോൾ എന്തോ നടക്കുന്നുണ്ട്, എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടുതലും ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ നിയോഗം വച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കൊന്തയെല്ലും. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കൊന്തല്ല, 6 മണിക്കാണ് ഒരു സമയം. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഉറക്കത്തിൻ്റെ മൂടാവുന്നതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇരിക്കത്തില്ല. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 5 മിനിറ്റ് വൈകിയാലും എൻ്റെ അച്ഛൻ ഓടി ഒന്ന് പറയും, മോനെ നീ കൊന്തയെല്ലുന്നില്ല എന്ന് ഓടി ഒന്ന് ചോദിക്കും. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം വിചാരിച്ചതിനൊക്കെ എതിർപ്പായിരിക്കും. പക്ഷേ അവർക്കെല്ലാം 100% ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ എന്ത് അസുഖം വന്നാലും ഉടനെ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കും, ഉപ്പിടും, പ്രാർത്ഥിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ദൈവം മാറ്റിത്തരും. ഞാൻ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ദൈവം എനിക്ക് സഹായിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എവിടെ പോകുന്നോ അവിടെയൊക്കെ കൃപാസനമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടാവും എന്നെ സഹായിക്കാൻ. അല്ലെങ്കിൽ മാതാവ് അയച്ച പോലെ ഒത്തിരി പേര് സഹായത്തിന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. നമുക്ക് നമ്മുടെ സ്വന്തക്കാർ സഹായിക്കുന്നതിലും കൂടുതലായിട്ട് മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാതാവ് അയക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാതാവ് എന്താ പറയുക, എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതുപോലെ നിങ്ങളുടെ ഒരാളായിട്ട് ഞാൻ ലാസ്റ്റ് പോയി എന്ന് ദൈവമേ എന്നാണ് ഈ ഒരു ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുകയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം എനിക്കിപ്പോൾ ഒരു അവസരം തന്നു. ഞാൻ ഒരിക്കൽ കൂടി അമ്മ മാതാവിനും ദൈവകുമാരനും ഒരു കോടാനുകോടി നന്ദി പറയാണ്. താങ്ക് യു.